ഹലോ, കുറച്ചധികം മീൻ കിട്ടിയപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാം. പക്ഷേ അത് കുറച്ചാക്കിയിട്ട് ബാക്കി നമുക്ക് ഉള്ളത് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. വറ്റിച്ചാകുമ്പോൾ നമുക്ക് 2 ദിവസത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് മാത്രം ഫ്രൈ ചെയ്ത ഐറ്റംസ് കഴിക്കാത്തവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മീൻ കഴിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് മീൻ വറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം കുറച്ച് നാളായിട്ട് മീൻ കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ്, പോരാത്തതിന് നല്ല വിലയാണ്. അപ്പം 2 ദിവസമൊക്കെ വെച്ച് മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിന് കറി മീൻ തീരെ കഴിക്കാൻ പറ്റാതിരിക്കുന്നവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനില്ലാതെ ചോറ് ഇറങ്ങൂല എന്ന് തന്നെ പറയാം. ചിലർക്ക് മീനില്ലാതെ ചോറ് ഇറങ്ങാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ആ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ സാധാരണ എടുക്കുന്ന ചട്ടിയിൽ ഇതുപോലെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി കുത്തി അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് പുളിയും അതിലേക്ക് ആഡ് ചെയ്യും. അതിൽ നമുക്ക് വാളംപുളിയോ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാളംപുളിയാണ്. നിങ്ങൾക്ക് ഏത് പുളിയോടാണ് ഇഷ്ടമുള്ളത് ആ പുളി എടുക്കുക. ഇവിടെയുള്ളവർക്ക് ഇപ്പോൾ വാളംപുളി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. തിളപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമ്മൾ സാധാരണ മീൻ കറിക്കൊക്കെ ഇതാക്കണ പോലെ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്കൊന്ന് വറ്റി വരണം. ഇതൊക്കെ കൂടി ഒന്ന് നല്ലപോലെ വെന്ത് ആ തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് കുറുകി വരും. ഈ കുറുകി വരണ പാകത്തിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റണം. നല്ല വെള്ളം വറ്റി വെച്ചാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മീൻ വറ്റിച്ചത് എന്ന് പറയുന്നത്. അതിലേക്ക് കുറച്ചൊന്ന് തിക്കായി വരുന്ന ടൈമിൽ നമുക്ക് ഈ മീനെല്ലാം കൂടി ഇതുപോലെ പറക്കിയിട്ട് കൊടുക്കാം. ചിലവർക്കുണ്ടാവുമല്ലോ, നമ്മൾ മീൻ കറി ഉണ്ടാക്കിയാലും മീൻ വറ്റിച്ചത് എന്തെങ്കിലും ഉണ്ടാക്കിയാലൊക്കെ മീനിൻ്റെ കളറില്ല, മീനും കളർ കയറി പിടിച്ചില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണതാണ് അതിന് മുന്നേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് നേരത്തെ തിരുമ്മി നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെക്കണ പോലെ ഒന്ന് തിരുമ്മി വെക്കുകയാണെങ്കിൽ ഏകദേശം ആ ഉപ്പും മുളകും എല്ലാം കൂടി ഒന്ന് ആ ഫിഷിലൊന്ന് പിടിച്ചു ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ കളർ അങ്ങനെ തന്നെ മീനിലേക്ക് കിട്ടിക്കോളും. ചിലർ അറിയില്ലേ പുഴുങ്ങി എടുത്ത പോലെ ഉണ്ട് എന്നൊക്കെ. കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ഇതാണ്. നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഒന്നും പറയില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയും, ഇതെന്താ കറി എന്താ ഒരു സുഖമില്ലല്ലോ, ഈ കറിയിലെന്താ നിങ്ങളെന്താ ഒന്നും ചേർത്തില്ലേ, വെള്ളത്തിലേക്ക് നേരെ ഇട്ടതാണോ എന്നൊക്കെ ചോദിക്കും. സംഭവം നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ഈ കുറ്റം പറയുന്നവർക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് മീനിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഉപ്പും മുളകും ഒന്നും പിന്നെ പിടിച്ചില്ല എന്നാരും പറയില്ല. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം നമ്മൾ ഉപ്പ് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും മീൻ ഉപ്പും ഇല്ല പുളിയില്ല ഒന്നുമില്ല എന്ന്. അപ്പോൾ എല്ലാം ഇതേപോലെ നേരത്തെ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇടുന്നുണ്ട് ഉപ്പ്. അതുകൂടാതെ തന്നെ മീനിലേക്ക് നമ്മൾ വേറെ കൂടി ആക്കി വെക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒന്ന് പിടിച്ചോളൂ അതിലേക്ക്. അപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ചേർക്കാനൊന്നും നിൽക്കണ്ട. ഇത് നല്ലപോലെ തിളച്ച് ഇങ്ങനെ വരുന്ന ടൈമിൽ ഇതിപ്പോൾ ഞാൻ ഇട്ടത് കറിവേപ്പില പൊടിച്ചതാണ്. നാട്ടിൽ നിന്ന് ഇപ്പം ഞാനിവിടെ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കറിവേപ്പില കിട്ടും, പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിയത് പുറത്തുനിന്ന് കടയിൽ നിന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് പൊടിച്ച് വെച്ച് ഉപയോഗിക്കലാണ് ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും, ശരീരത്തിന് നല്ലതാണ്. ഇതുപോലെ ഇനി ചെറിയ ഉള്ളിയും കൂടെ തൂമിച്ചെടുത്താൽ അടിപൊളി മീൻ വറ്റിച്ചത് റെഡിയായി.